കുതിര എന്നതിൻ്റെ പര്യായം അല്ലാത്തതേത്? കുതിരയുടെ പര്യായം അല്ലാത്തതേത്? നഗജം, ഹയം, ഘോടകം, പീതി. ഇതിൽ ശരി ഉത്തരം നഗജം എന്നതാണ്. കുതിരയുടെ പര്യായം അല്ലാത്തതാണ് നഗജം. ആ വാക്കിന് ഗജം, ആന എന്ന് തന്നെയാണ് അർത്ഥം. നഗജം, ഗജം രണ്ടിനും ആന എന്ന് തന്നെയാണ്. എന്നാൽ ഹയം, ഘോടകം, പീതി ഇതെല്ലാം കുതിര എന്നർത്ഥം വരുന്നതാണ്. ശരി ഉത്തരം നഗജം, കുതിരയുടെ പര്യായം അല്ലാത്തത്. നോക്കൂ, കുതിര എന്നർത്ഥം വരുന്ന വാക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. അർവാവ്, അശ്വം, ഘോടകം, തുരകം, തുരങ്കമം, പീതി, വാജി, വാഹം, സപ്തി, സൈന്ധവം, ഹയം, പീതി, യുയു ഇതെല്ലാം കുതിര എന്നർത്ഥം വരുന്നതാണ്. അശ്വം, തുരകം ത്വരിതത്തിൽ ഗമിക്കുന്നത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, വേഗത്തിൽ പോകുന്നത്. തുരങ്കമം എന്ന വാക്കിൻ്റെ അർത്ഥവും അങ്ങനെ തന്നെയാണ്, വേഗത്തിൽ ഗമിക്കുന്നത്. വാജി, ആ വാക്കിൻ്റെ അർത്ഥം കരുത്ത് എന്നാണ്. നമ്മൾ കുതിരയാണല്ലോ കരുത്തിൻ്റെ ഐക്കണായി കണക്കാക്കുന്നത്. ഇതെല്ലാം കുതിര എന്നർത്ഥം വരുന്നതാണ്. അർവാവ്, അശ്വം, ഘോടകം, തുരകം, തുരങ്കമം, പീതി, വാജി, വാഹം, സപ്തി, സൈന്ധവം, ഹയം, പീതി, യുയു തുടങ്ങിയവ. ഹയം എന്ന വാക്കിന് കുതിര എന്നും കഴുത എന്നും അർത്ഥമുള്ള വാക്കാണ് ഹയം. ഹയം അപ്പോൾ ഇതെല്ലാം കുതിരയുടേതാണ്. ഇനി നമ്മൾ കാണുന്നത് കഴുത. കഴുതയുടെ പര്യായങ്ങളാണ് ഗർദഭം, ചക്രീഘൻ, ബാലേയം, രാസഭം. ഇതെല്ലാം കഴുത എന്നർത്ഥം വരുന്നതാണ്. ഗർദഭം, ചക്രീഘൻ, ബാലേയം, രാസഭം. ഇനി നമ്മൾ കോഴിയിലേക്ക് വന്നാൽ കോഴിയുടെ പര്യായങ്ങളാണ് കുക്കുടം, കുക്കുടകം, കൃകവാകു, ചരണായുധം, താമ്രചൂടം, രുപധം. ഇതെല്ലാം കോഴി എന്നർത്ഥം വരുന്നതാണ്. കുക്കുടം, കൃകവാകു, ചരണായുധം, ചരണം ആയുധമാക്കുന്നവൻ, കാലായുധമാക്കുന്നവൻ. താമ്രചൂടം, താമ്രമായ ചൂടത്തോടു കൂടിയവൻ. താമ്രം എന്ന വാക്കിന് ചെമപ്പ്, റെഡ് കളർ എന്നാണ് അർത്ഥം. ചൂടം എന്ന് വെച്ചാൽ തല, അപ്പോൾ തലയിൽ ചെമപ്പുള്ളവൻ. കോഴിയുടെ തലയിലെ പൂവിന് ചെമന്ന നിറമാണല്ലോ, അതാണ് താമ്രചൂടം. രുപധം ഇതെല്ലാം കോഴി എന്നർത്ഥം വരുന്നതാണ്. അപ്പോൾ കുതിരയുടെ പര്യായങ്ങൾ ഓർക്കുക: അർവാവ്, അശ്വം, ഘോടകം, തുരകം, തുരങ്കമം, പീതി, വാജി, വാഹം, സപ്തി, സൈന്ധവം, ഹയം, പീതി, യുയു. കഴുതയുടെ പര്യായങ്ങൾ ഗർദഭം, ചക്രീഘൻ, ബാലേയം, രാസഭം. കോഴിക്ക് കുക്കുടം, കുക്കുടകം, കൃകവാകു, ചരണായുധം, താമ്രചൂടം, രുപധം. ഇന്ന് കുറച്ചേറെ ജീവികളുടെ പര്യായങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇത്തരം പര്യായങ്ങളുടെ പരമ്പരയുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.